വിവാഹകാര്യം ചർച്ച ചെയ്യാൻ വിളിച്ചു വരുത്തി യുവാവിനെ അടിച്ച് കൊന്ന് സുഹൃത്തിൻ്റെ കുടുംബാംഗങ്ങൾ. എന്തോ ഒരു ഹതഭാഗ്യനായിപ്പോയി ആ മനുഷ്യൻ. ഒരുപാട് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് പെൺകുട്ടികളുടെ സമ്മതം കിട്ടിയപ്പോൾ വല്ലാതെ എതിർപ്പൊക്കെയാണ്. എന്നിരുന്നാലും ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും പോയത്. അതങ്ങനെയാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർക്ക് വിരോധം വല്ലതും കാണുമായിരുന്നു, ഇഷ്ടക്കേടുണ്ടായിരുന്നു. ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെ വിളിച്ചു വരുത്തി വഞ്ചനയോടുള്ള കൊലപാതകം അത്ര നല്ലതല്ല. പെങ്കിൻ്റെ തന്നെയായിരുന്നാലും പാവം. ഒരുപാട് പ്രതീക്ഷയോടൊക്കെ കൂടിയായിരിക്കും ഇവർ പോയത്. അങ്ങനെയുള്ള ചതിക്കണിയിൽ പെട്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് ഇനി മിക്കപ്പോഴും ഉണ്ടല്ലോ, ഈ സുഹൃത്തുക്കളൊക്കെ ഉള്ളവരാണെങ്കിലും അവരവരുടെ മാതാപിതാക്കളെ അങ്ങനെ വിശ്വസിക്കരുത്. തീർച്ചയായിട്ടും അത് ഉറപ്പിച്ചുള്ള സംഭവമാണിത്. കാരണം നമ്മളങ്ങ് വിശ്വസിച്ചു കല്യാണം കഴിച്ചു തരുമല്ലോ ഉറപ്പിച്ചങ്ങോട്ട് പോകും. ചിലപ്പോൾ ഇതിലുള്ള ചതിയായിരിക്കും. അപ്പോൾ കഴിവതും എന്ത് എതിർപ്പുണ്ടെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാതിരിക്കുക. പുള്ളി ഒറ്റയ്ക്കായിരിക്കും പോയത്. അത് ചാടി കയറുക, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ വിളിച്ചു വരുന്ന കൂടെയുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെ പോവുക. പക്ഷെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇവർ വിളിച്ചു വരുത്തുമ്പോൾ പോകാൻ നിന്നത് ഈ അവസ്ഥയാവും. കാരണം ഉള്ളിലുള്ള എത്രത്തോളം വിഷമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുക.